പക്ഷെ ഇതുകൊണ്ട് മാത്രമാവില്ല കേട്ടോ. എന്താ വെച്ചാൽ ഓസ്റ്റിയോപോറോസിസ്, ബോൺ ഡെൻസിറ്റി കുറയുക, എല്ല് തേയ്മാനം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം കണ്ടീഷനാണ്. ഒരു സ്റ്റേജ് വരെയൊക്കെ ആദ്യം നിങ്ങൾക്ക് ചെറുതായിട്ട് കഴപ്പും വേദനയും തരിപ്പും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഇതിങ്ങനെ അവിടെ തട്ടിയതാണോ, കൈ ഇങ്ങനെ വെച്ചുകൊണ്ടാണോ, കുറെ ടെസ്റ്റുകൾ, എക്സ്റേയും സ്കാനും ഒക്കെ ആയിട്ട് നടക്കും. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഈ നിവർന്ന് മുറ്റടിച്ച് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല, രാവിലെ കിടക്കേന്ന് എഴുന്നേറ്റ് ഉപ്പൂറ്റി നിലത്ത് കുത്താൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഇതൊരു പരിവമായിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ വെളിപാടും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. ആരൊക്കെയാണ് ജോയിൻ ചെയ്തത്? രാധ, ശ്രീഷ്മ. ഓക്കെ, ആമവാദം വന്നാൽ തേയ്മാനം ഉണ്ടാകാം സാധ്യതയുണ്ട്. പക്ഷെ ആമവാദത്തിനേക്കാൾ കൂടുതൽ സന്ധിഗതവാദത്തിലാണ് തേയ്മാനം സംഭവിക്കുക. അത് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആമവാദത്തിലും തീർച്ചയായിട്ടും തേയ്മാനം ഉണ്ടാവും ശ്രീഷ്മ. ഓക്കെ, അപ്പൊ നമ്മള് ഈ സ്നിഗ്ധാംശം ശരീരത്തിന് കൂടണം, രൂക്ഷത ഉണ്ടാകുന്ന സംഗതികൾ ഒഴിവാക്കണം. രൂക്ഷത ഉണ്ടാക്കാൻ ഉറക്കമുളച്ചാലും, ദേഷ്യം വന്നാലും, സങ്കടം വന്നാലും, കുശുമ്പ് തോന്നിയാലും ഒക്കെ രൂക്ഷത ശരീരത്തിൽ കൂടും. തണുപ്പ് കെട്ടിയാലും കൂടും, ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചാലും കൂടും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. ഈ നെയ്യും പാലും എണ്ണ തേച്ച് ഉള്ളിയും ശീലാക്കുക. ഓക്കെ, ഇതാണ്